ഉണ്ണി മുകുന്ദന്റെ മാർക്കോ പുഷ്പയെ വെട്ടി. ഇനി ബോക്സ് ഓഫീസ് കത്തുമെന്ന് ഉറപ്പാണ്. അതെ, മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന ടാഗ്ലൈനോടെ എത്തിയ മാർക്കോ ഇന്ത്യയൊട്ടാകെ കത്തിപ്പടരുകയാണ്. ഇതുതന്നെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കണക്കുകളും. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും വയലൻസ് നിറഞ്ഞ ചിത്രമായി തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. മാർക്കോ അതിന്റെ സെൻസിറ്റിവിറ്റി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഹനീഫ് ഫത്തേനി സംവിധാനം ചെയ്ത ഈ ത്രില്ലറിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു എസ് തിലകൻ, കബീർ ദുഹാൻ സിംഗ് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. അതിനിടെ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ബോക്സ് ഓഫീസ് ഹിറ്റാകാനൊരുങ്ങുന്ന അല്ലു അർജുന്റെ പുഷ്പ 2വിനെയും വീഴ്ത്തിയാണ് മാർക്കോയുടെ തേരോട്ടം. ഡിസംബർ 20-നാണ് മാർക്കോ റിലീസ് ചെയ്തത്. ആദ്യ 6 ദിവസത്തിനുള്ളിൽ ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രം 25 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ 50 കോടിയും ചിത്രം കടന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 20 കോടിയിലേറെ രൂപ മാർക്കോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലു അർജുന്റെ പുഷ്പ 2 സംസ്ഥാനത്ത് 3 ആഴ്ചക്കിടെ നേടിയതിനേക്കാൾ കൂടുതലാണിത്. 30 കോടി ബജറ്റിലൊരുക്കിയ ചിത്രമാണ് മാർക്കോ എന്നും നമ്മൾ ഓർക്കണം. അനിമൽ, കിൽ, KGF പോലുള്ള സിനിമകളെക്കാൾ കൂടുതൽ രക്തച്ചൊരിച്ചിലും അക്രമവും ഈ ചിത്രത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് നിരവധി പ്രേക്ഷകർ പറയുന്നത്. സ്ക്രീനിലെ വയലൻസ് രംഗങ്ങൾ കണ്ട് താങ്ങാനാവാതെ തന്റെ അടുത്തിരുന്ന സ്ത്രീ ഛർദ്ദിച്ചുവെന്ന് ഒരു പ്രേക്ഷകൻ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.